ദൈവത്തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ നടന്ന ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ സംസാരിക്കുന്നത്. സാധാരണ വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളിൽ എൻ്റെ മൂത്ത 2 പുത്രന്മാർ ഇവിടെയുള്ള ഒരു പള്ളിയിൽ യൂത്ത് ഗ്രൂപ്പിന് പോകും. സാധാരണഗതിയിൽ മക്കളുടെ സുഹൃത്തായ മറ്റേ ഒരു ചൈനീസ് വംശജനായ ഒരു പയ്യനും അവൻ്റെ പെങ്ങളും വരാറുണ്ട്. ഒരു 20 മിനിറ്റത്തെ യാത്രയുടെ ഇടയ്ക്ക് ഇവർ സംസാരിക്കുന്ന പല ടോപ്പിക്കുകളെ ശ്രദ്ധിക്കുവാനും അതുപോലെ തന്നെ ഇവരുടെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ചില സമയത്ത് അവർ വീഡിയോ ഗെയിമിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്, ചില സമയത്ത് ആനുകാലികമായ എന്തെങ്കിലും വിഷയമായിരിക്കും. ഇന്നലെ സംസാരിച്ചത് അവരുടെ കെമിസ്ട്രി ടീച്ചർ പെട്ടെന്ന് ക്ലാസ്സിൻ്റെ നടുവ് സമയമായപ്പോഴത്തേക്കിനും പകുതിയായപ്പോഴത്തേക്കിനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ വിഷയത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് ആ ടീച്ചറിനെ വലിയ താല്പര്യമില്ല. അപ്പോൾ ഏതോ ഒരു കുട്ടി സംസാരിച്ച് എന്തൊക്കെയോ സംസാരിച്ചതിൻ്റെ പേരിൽ പുള്ളിക്കാരി ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരതിനെപ്പറ്റി പറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ടീച്ചറിനെ അങ്ങനെ ഒന്ന് ഒതുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു. ഇതിങ്ങനെ അവർ തിമിർത്ത് കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, അപ്പ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു, പല ആൾക്കാരും പല സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൂടെ ഒരു ക്ലൈമാക്സിലെത്തി അവർക്ക് ആ സാഹചര്യം താങ്ങാൻ മേലാതെ മുറിയിൽ നിന്ന് പോയതായിരിക്കാം. അത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ്, അവരുടെ നല്ലതിനു വേണ്ടിയാണ്. ഇവിടെ നമ്മൾ പറയും വി ആർ വാക്കിംഗ് അവേ ഫ്രം എ സിറ്റുവേഷൻ. പ്രതികരിക്കാതെ അല്ലെങ്കിൽ റിയാക്ഷണറി ബിഹേവിയർ ചെയ്യാതെ അവർ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം എന്ന് പറഞ്ഞു. എൻ്റെ ഈ പ്രതികരണം കേട്ട് കഴിഞ്ഞ് കുട്ടികളെല്ലാം നിശബ്ദരായി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെയും സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഓരോ തീരുമാനങ്ങളും നമ്മളുടെ കാഴ്ചപ്പാടിൽ കൂടെയാണ്, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് അതിൽ കൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കൊച്ചു കുട്ടികളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അത് മുതിർന്നവരുടേതുമായിട്ട് ഭയങ്കര വ്യത്യാസമായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീക്ഷണവും നമ്മുടെ സാഹചര്യങ്ങളും കൂടിയുള്ള കോമ്പിനേഷനാണ്. നമ്മുടെ വീക്ഷണം എന്തിനെ പറ്റിയും നമുക്കുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ വീക്ഷണങ്ങൾക്ക് ദിശ മാറും. അപ്പോഴാണ് നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. പേഴ്സ്പെക്റ്റീവ് എന്നാണ് കാഴ്ചപ്പാടിന് ഇംഗ്ലീഷിൽ പറയുന്നത്. വീക്ഷണത്തിന് വ്യൂ പോയിൻ്റ് എന്നും പറയും, സാഹചര്യത്തിന് കോണ്ടെക്സ്റ്റ് എന്നും പറയും. നമ്മളായിരിക്കുന്ന കോണ്ടെക്സ്റ്റിൽ കൂടി ചിന്തിക്കുന്നതിനെ നമുക്ക് ചില കാര്യങ്ങളെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, പേഴ്സ്പെക്റ്റീവ് നമുക്ക് ലഭിക്കും. അപ്പോൾ കുട്ടികളുടെ ആ മിനിമലിസ്റ്റ് ലിമിറ്റഡായിട്ടുള്ള ആ കോണ്ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻ വെച്ച് അവർക്ക് ആ കാഴ്ചപ്പാടുകൾ ആ രീതിയിലാണ് അവർ രൂപപ്പെടുത്തിയെടുത്തത്. പക്ഷെങ്കിൽ ഒരു അധ്യാപകനായിരിക്കുന്ന എനിക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങൾ കൂടെയൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വേദപഠനത്തിൽ നിന്നുള്ള എൻ്റെ ആ കാഴ്ചപ്പാടിൽ കൂടിയും എനിക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ അത് പറഞ്ഞ് അവിടെ നിർത്തിയെങ്കിലും ഇന്ന് എൻ്റെ മകനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പോടെ മുന്നോട്ട് പോയിട്ട് ആ ടീച്ചറിൻ്റെ അടുക്കൽ ആ സാഹചര്യത്തിൽ സൗമ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുവാൻ സാധിക്കുവാണെങ്കിൽ അവരുടെ ആ കോൺഫിഡൻസ് തിരിച്ചു വരികയും ആ സൗമ്യമായിട്ട് സംസാരിച്ച വിദ്യാർത്ഥിയെ ഒരിക്കലും അവർ മറക്കാതിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി അടിച്ചൊതുക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാവരും വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുകയും അവരെ താങ്ങിപ്പിടിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക. അത് കുഞ്ഞു കുട്ടികൾക്കും സാധിക്കും. യേശുക്രിസ്തുവിന് ഓരോ ജനങ്ങളുടെ അടുക്കൽ, കുഷ്ഠരോഗിയാണെങ്കിലും പാപം ചെയ്ത സ്ത്രീയാണെങ്കിലും ടാക്സ് കളക്ടറായിരുന്നെങ്കിലും ഇവരുടെയൊക്കെ എടുക്കൽ അനുകമ്പ തോന്നുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ കുരിശിൽ തറച്ചപ്പോഴും ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? കാര്യം യേശുക്രിസ്തു ഈ സാഹചര്യത്തിൽ കൂടെ മുൻപേ കടന്നു പോയിട്ടുണ്ട്.
ആ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് കാഴ്ചപ്പാടുകൾ, പെർസ്പെക്റ്റീവ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലർക്കും തങ്ങളോട് കുറ്റം ചെയ്ത ആൾക്കാരുടെ ക്ഷമിക്കുവാനായിട്ടുള്ള കരുത്ത്, കപ്പാസിറ്റി ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ദൈവം ഒരിക്കലും മനുഷ്യൻ ഏകനായിട്ട് ജീവിക്കുവാനായിട്ടല്ല സൃഷ്ടിച്ചത്. നമ്മൾ പരസ്പരം സഹകരിച്ചും പരസ്പരം സപ്പോർട്ട് ചെയ്തും ജീവിക്കേണ്ട ആൾക്കാരാണ്. ഒരു നെറ്റ്വർക്കിൽ കൂടെ ജീവിക്കേണ്ട ആൾക്കാരാണ് എന്ന് ദൈവത്തിന് ആദ്യമേ ബോധ്യമുണ്ടായിരുന്നു. ജനസിസിനകത്ത് തന്നെ 2-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ പറയുന്നത്, മനുഷ്യൻ ഏകനായി ജീവിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയാണ് ഒരു തുണയെ സൃഷ്ടിച്ചത്, ഹവ്വായെ ആദമിനെ സൃഷ്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഏകനായിട്ട് ജീവിക്കേണ്ട വ്യക്തിയല്ല. ഏകനായി ആദാം ജീവിച്ചിരുന്നെങ്കിൽ ആദാം ഒരിക്കലും ഒരു കംപ്ലീറ്റ് മാൻ ആകുകയില്ല. ഒരു ഹെൽപ്പർ എന്നുള്ള നിലയ്ക്ക് സ്ത്രീയെയും സൃഷ്ടിച്ചു. ഹെൽപ്പർ എന്നുള്ള വാക്കിനെ പറ്റി ഒത്തിരി കോൺട്രവേഴ്സി ഉണ്ട്. ഹെൽപ്പർ എന്നുള്ളതിനേക്കാളും ഉത്തമമായ ഹീബ്രു തർജ്ജിമ പൂർത്തീകരിക്കുന്ന ആൾ, ഒരു മനുഷ്യനെ പൂർത്തീകരിക്കുന്ന ആളിനെ സൃഷ്ടിച്ചു ഹവ്വയിൽ കൂടി. അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു കുടുംബമാണ് ദൈവം ആദാമിലും ഹവ്വയിലും കൂടെ സൃഷ്ടിച്ചത്. അതിനുശേഷം നമ്മൾ കാണുന്നത്, ആദാം ഹവ്വായിക്ക് വുമൺ എന്നുള്ള പേര് നൽകിയതിന് ശേഷം എൻ്റെ മാംസത്തിൻ്റെ മാംസവും അതുപോലെ തന്നെ ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ബ്ലഡ് ഓഫ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത്, ഈ കാരണത്താൽ തന്നെ മനുഷ്യരിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ, സ്ത്രീയെ സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ, ഇവൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയുമായി ക്ലിങ് ചെയ്യും എന്നാണ് പറയുന്നത്, ഒരുമിച്ച് ജീവിക്കും. അപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് അതിന് പൂർണ്ണത വരുന്നത്. ഒരു അപ്പൻ മകനെ നേരായ ദിശയിലേക്ക് ജീവിതം മാറ്റിമറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദർശനം കൊടുക്കുന്നത് പോലെ തന്നെ സ്ത്രീക്കും പുരുഷൻ്റെ മാർഗം നേരെയാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പുരുഷനും സ്ത്രീയുടെ ചിന്താഗതിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനിയിപ്പോൾ നേരായ മാർഗം എന്താണ്? വാട്ട് ഈസ് ട്രൂത്ത്? അല്ലെങ്കിൽ ആബ്സല്യൂട്ടായിട്ടുള്ളൊരു ട്രൂത്ത് ഉണ്ടോ? ഈ മോഡേൺ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ പറയും, എനിക്ക് എൻ്റേതായ സത്യങ്ങളുണ്ട്. ചില ആൾക്കാർ പറയും, ഞാൻ ചിന്തിക്കുന്ന രീതി ആണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, നിൻ്റെ ഹൃദയം പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിക്കുക, നിനക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യുക. ഇവിടെ പല മാതാപിതാക്കളും കുട്ടികളെ ഓരോ പാർട്ടിക്ക് വിട്ടിട്ട് പറയും, ഹാവ് ഫൺ, അടിച്ചു പൊളിക്കുക എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത്? നമ്മളുടേതായിട്ടുള്ള ഒരു സത്യമുണ്ടോ? നമ്മൾ എന്തറിഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്? ഈ ഭൂഗോളം എന്താണെന്ന് നമുക്ക് വല്ല പിടിയുണ്ടോ? പിന്നെ ഇത് സത്യം എന്താണെന്ന് നമ്മളെങ്ങനെയാണ് നമ്മൾ തന്നെ തീരുമാനിച്ച്? പല മോറൽ ചോദ്യങ്ങളും വരുന്നറിഞ്ഞേ, ഫോർ എക്സാമ്പിൾ അബോർഷൻ, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുക, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ആ എക്സ്പീരിയൻസ് വെച്ച്, നമ്മുടെ കോണ്ടെക്സ്റ്റ് വെച്ച് ഏതാണ് സത്യം, ഏതാണ് നല്ലത്, ദോഷം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഹാവ് ഫൺ എന്ന് പറഞ്ഞ് പിള്ളേരെ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് കയറ്റിവിടുന്ന പറഞ്ഞേ, അവർ ചിന്തിക്കുന്നത്, യെസ്, ഇത് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള സമയമാണ്, എന്തും ഭക്ഷിക്കാം, എന്തും കുടിക്കാം, ആരുടെ ഒപ്പം വേണേലും ഡാൻസ് കളിക്കാം. അപ്പോൾ ഇങ്ങനെ ഹാവ് ഫൺ എന്ന് പറഞ്ഞ് പേരൻസ് തന്നെ അറ്റസ്റ്റ് ചെയ്ത് വിടുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ബോധ്യങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യകതയുണ്ട്. ഈ പ്രായത്തിൽ ജീവിക്കുന്ന നമുക്ക് ആ ബോധ്യങ്ങൾ വന്നില്ല എങ്കിൽ എപ്പോഴാണ് വരേണ്ടതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ടീനേജേഴ്സാണ് ഞങ്ങളുടെയൊക്കെ മക്കൾ. അപ്പം ഞങ്ങൾ മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ പറയും, എല്ലാവരും തെറ്റുകൾ വരുത്തും. ടീനേജേഴ്സ് അവരുടെ കപ്പാസിറ്റിയുള്ള തെറ്റുകൾ വരുത്തും. മധ്യവയസ്കർ അവരുടേതായ രീതിയിലുള്ള തെറ്റുകൾ വരുത്തും. ഞങ്ങളും ഇപ്പോഴും തെറ്റുകൾ വരുത്തുന്നു. എല്ലാവരും തെറ്റുകൾ വരുത്തും. പക്ഷെങ്കിൽ നമ്മളത് ഏത് മോറൽ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മളതിനെ അളക്കുന്നതെന്ന് ചിന്തിക്കണം. ചിലർ വിചാരിക്കും,
പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നത് വൃഥാ ആണ്, അതൊക്കെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് വിചാരിക്കും. ചിലർ വിചാരിക്കും നമ്മുടെ സമയവും സമ്പത്തും ചിലവഴിച്ച് ചില ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വളരെ തെറ്റാണ് എന്നൊക്കെ വിചാരിക്കും, അതൊക്കെ മണ്ടത്തരമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യം അല്ലെങ്കിൽ അസത്യം എന്താണെന്ന് ആരാ തീരുമാനിക്കുന്നത്? നമ്മളുടെ ബോധ്യങ്ങളൊക്കെ ദൈവ ചിന്തയിൽ കൂടെ ആകട്ടെ, ആ ദൈവത്തിൻ്റെ ചിന്തയിൽ കൂടെ നമുക്ക് മറ്റുള്ളവരെ കാണുവാൻ സാധിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ യേശുക്രിസ്തു മറ്റുള്ളവരെ കണ്ട ആ കോണ്ടെക്സ്റ്റിൽ കൂടി നമുക്കും നമ്മുടെ സഹജീവികളെയും നമ്മളുടെ കുടുംബത്തെയും മറ്റുള്ളവരെയൊക്കെ കാണുവാൻ സാധിക്കുന്നവരെ അത് ദൈവികമായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവികമായ സത്യങ്ങളെ ഫോളോ ചെയ്യുവാനും ഈ ആബ്സല്യൂട്ട് എന്നുള്ള സംഭവം ദൈവം മാത്രമാണെന്നും നമ്മളൊന്നും അല്ല അവസാന വാക്കെന്നുള്ള ആ ചിന്ത നമുക്ക് വരും. അപ്പോൾ നല്ല ദൈവികമായ ചിന്തയിൽ കൂടി ആ കോണ്ടെക്സ്റ്റിൽ കൂടി കാര്യങ്ങളെ കാണുവാനും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.